കലാപത്തിൽ 200-ലേറെ പേർക്ക് ജീവൻ നഷ്ടമായ മണിപ്പൂർ പൊതുതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ ഏറ്റവും തിരിച്ചടി നേരിടുന്നതും മണിപ്പൂർ കലാപത്തെ സംബന്ധിച്ച പ്രചാരണവുമാണ്. 2023 മെയ്യിൽ ആരംഭിച്ച കലാപം ഇപ്പോഴും പൂർണ്ണമായി കെട്ടടങ്ങിയിട്ടില്ല. വീടും നാടും ഉപേക്ഷിച്ച് ഇരകൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. മെയ്തേ, കുക്കി വിഭാഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന മണിപ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടത്തുക വലിയ വെല്ലുവിളിയാണ്. 2019 NDA തുണച്ച മണിപ്പൂരിൽ ഇക്കുറി കലാപവും അതിജീവനവുമാണ് പ്രധാന ചർച്ചാവിഷയം. മെയ്തേ ഭൂരിപക്ഷം മണ്ഡലമായ ഇന്നർ മണിപ്പൂരും മറ്റൊന്ന് നാഗാ കുക്കി മണ്ഡലമായ ഔട്ടർ മണിപ്പൂരുമാണ് മണ്ഡലങ്ങൾ. ക്രൈസ്തവ വിഭാഗങ്ങൾ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള BJP നീക്കത്തിന് വിലങ്ങുതടിയാണ് മണിപ്പൂർ കലാപം. പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാത്തത് പ്രതിപക്ഷം രാജ്യവ്യാപക പ്രചരണമാക്കി ഉയർത്തിക്കഴിഞ്ഞു. മണിപ്പൂരുമായി അതിർത്തി പങ്കിടുന്ന നാഗാലാൻഡ്, അസം, മിസോറാം എന്നിവിടങ്ങളിൽ കലാപം ഇക്കുറി ജനവിധിയെ സ്വാധീനിക്കും. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അഭയം തേടിയവർക്ക് ക്യാമ്പുകളിൽ തന്നെ പോളിംഗ് സ്റ്റേഷൻ ഒരുക്കാനാണ് തീരുമാനം. ഏപ്രിൽ 19, 26 എന്നിങ്ങനെ 2 ഘട്ടങ്ങളിലായാണ് മണിപ്പൂരിലെ തെരഞ്ഞെടുപ്പ്. 24 ഡൽഹി.